ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, ആ ഒരാൾ അവൻ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു 3 കാര്യങ്ങൾ പറയാം. ഈ 3 കാര്യങ്ങൾ അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ ഉറപ്പിക്കാം അവർ നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എത്ര എഫേർട്ട് വേണമെങ്കിലും എടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കും. ഒരുപാട് ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. മീൻസ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചിലർ ഇങ്ങനെയുണ്ട്, അവർ പറയുന്ന വാക്കിൽ നമ്മൾ അവരുടെ അടയും ചക്കരയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. 4 ആളുടെ മുമ്പിൽ വെച്ച് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിന് കഴിയണം എന്നില്ല. അതായത് വാക്കുകളിൽ സ്നേഹമുണ്ട്, പ്രവൃത്തിയിൽ ആ സ്നേഹം കാണില്ല എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ അവർക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് ഇഷ്ടമല്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. എഫേർട്ട് എടുക്കാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ കാണാൻ വരാനാണെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എഫേർട്ട് അവരെപ്പോഴും എടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സാമ്യത എപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾ ഭയങ്കര ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ആ ഒരു സപ്പോർട്ട് അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ ആവുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവും. ആ രീതിയിൽ നിങ്ങളെ ഓക്കെ ആക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലി ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, മീൻസ് അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ നോക്കും. ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചാറ്റിങ്ങും മെസ്സേജും കോളും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ അവരുടെ ഒരു സാമീപ്യം അറിയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും എപ്പോഴും അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത്. ആ ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം വരാത്ത രീതിയിലായിരിക്കും ആ ഒരു മാർഗം അവർ കണ്ടെത്തുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും, പക്ഷെ അവർ ഈസി ആയിട്ട് കണ്ടെത്തുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി. ഇനിയിപ്പോൾ അങ്ങനെയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെല്ലാം അവർ സ്വന്തം പ്രശ്നമായിട്ട് കാണുകയും അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പറ്റുന്ന രീതിയിലൊക്കെ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. ഈ 3 കാര്യങ്ങൾ അവരിൽ കാണുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ ഉറച്ചു വിശ്വസിക്കാം അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന പേഴ്സണിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത തീരെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരെപ്പോഴും അഭിനയിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം അവർ നമ്മളെ ഡീപ്പായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. ഇനിയിപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളും അതേപോലെ അവരെ സ്നേഹിക്കുക. അതേപോലെ തന്നെ ഇപ്പോഴും ആ ഒരു പ്രണയം നിങ്ങളെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്